വയനാട്ടിൽ കനത്ത മഴ തുടരുകയാണ്. എവിടെയും നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചുരൽമല റോഡിൽ നിന്ന് എം കമൽ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. കമൽ, ചുരൽമല മുണ്ടക്കൈ അവിടുത്തെ ആളുകൾക്ക് ഇപ്പോഴും ഈ മഴ പെയ്യുമ്പോൾ തന്നെ ആശങ്കയായിരിക്കും, കാരണം വലിയൊരു കെടുതി അവരുടെ മനസ്സിലുള്ളതുകൊണ്ട്. ആ ഭാഗത്തൊക്കെ എങ്ങനെയാണ് മുൻകരുതൽ നടപടികൾ? പിന്നെ ജില്ലയിൽ എവിടേക്കാണ് ഇപ്പോഴും കനത്ത മഴയും അല്ലെങ്കിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമൊക്കെ ഉള്ളത്? ദിവേഷ്, ഞാനിപ്പോൾ ഉള്ളത് ചൂരൽമല സ്കൂൾ റോഡിലാണ്. ഒരുപക്ഷെ നേരത്തെ വീടുകളുണ്ടായിരുന്ന പ്രദേശമാണ്. ഇവിടെ ചില സിമന്റ് വരാന്തയൊക്കെ കാണാനുണ്ട്. കഴിഞ്ഞ ഉരുൾപൊട്ടലിന് മുന്നേ ആളുകൾ താമസിച്ചിരുന്ന ഒരു പ്രദേശമാണ്. ഇപ്പോൾ ഇവിടെ ആരുമില്ല, കാരണം ആളുകളെയൊക്കെ മാറ്റി താമസിപ്പിച്ചിരിക്കുന്നു. ഈ പുഴ ഒഴുകി വരുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. മുകളിൽ നിന്ന് ഒഴുകി വരുന്നത് മുണ്ടക്കൈയിൽ നിന്നുള്ള പുഴയാണ്. അതിൽ അത്ര ശക്തമായ നീരൊഴുക്കില്ല. താഴെ ഭാഗത്തുള്ളത് പടവെട്ടിക്കുന്നിൽ ഭാഗത്ത് നിന്ന് വരുന്ന നീലിമല 8-ാം നമ്പർ പുഴയിലെ നീരൊഴുക്കാണ് നമുക്ക് തൊട്ടടുത്ത് കാണാവുന്നത്. ഈ ഊരാളിങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ പ്രവൃത്തിയുടെ ഭാഗമായി ഈ രണ്ട് പുഴകളും ഇപ്പോൾ രണ്ടായി തിരിച്ചു വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്കൂൾ റോഡിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഇപ്പോഴില്ല. ഈ പുന്നപ്പുഴ പുനരുദ്ധാരണ പ്രവൃത്തികൾ നടന്നു വരികയാണ്. അതിന്റെ ഭാഗമായാണ് ഈ പുഴ കൃത്യമായി രണ്ട് ഭാഗത്തൂടെ, പടവെട്ടിക്കുന്നിൽ നിന്ന് വരുന്ന പുഴയും മുണ്ടക്കൈ ഭാഗത്ത് മുകളിൽ നിന്ന് വരുന്ന പുഴയും രണ്ടായാണ് ഇപ്പോൾ ഈ ഭാഗത്ത് ഒഴുകുന്നത്. കുറച്ചുകൂടെ താഴെ എത്തുമ്പോഴാണ് ആ പുഴകൾ കൂടിച്ചേർന്ന് ബെയിലി പാലത്തിന് സമീപത്തേക്ക് പോകുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഭാഗത്ത് കനത്ത മഴയില്ല, പക്ഷേ നല്ല മഴ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തത്. ഇപ്പോൾ ലഭ്യമായ കണക്കനുസരിച്ച് ചൂരൽമല, മുണ്ടക്കൈ, പുത്തുമലയൊക്കെ ഉൾപ്പെടുന്ന പ്രദേശത്ത് ശരാശരി 151 മില്ലിമീറ്റർ മഴയാണ് കഴിഞ്ഞ 24 മണിക്കൂറിൽ പെയ്തത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് പടിഞ്ഞാറൻ മേഖലയിലാണ്. അതായത് കോഴിക്കോട് ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ ലക്കിടി, അതുപോലെ ബാണാസുര മലയുടെ ഭാഗത്തുള്ള പടിഞ്ഞാറത്തറ, നിരവിൽപ്പുഴ തുടങ്ങിയ മേഖലകളിലൊക്കെ ഏതാണ്ട് 200 മില്ലിമീറ്ററിന് അടുത്ത് മഴ കഴിഞ്ഞ 24 മണിക്കൂറിൽ പെയ്തിട്ടുണ്ട്. അതിതീവ്ര മഴ എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മഴക്കെടുതികളും താരതമ്യേന വളരെ കുറവ് മാത്രമാണ്. ചിലയിടത്തൊക്കെ ഗ്രാമീണ റോഡുകളിലൊക്കെ മരം വീണ് ഗതാഗത തടസ്സമുണ്ടായതൊഴിച്ചാൽ വലിയ രീതിയിലുള്ള മഴക്കെടുതികൾ എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം.